വല്യുപ്പമാരും വല്യുമ്മമാരും മക്കളോടുള്ള ബന്ധങ്ങളിൽ നല്ല സുതാര്യതയുണ്ടാകണം. അത് മാതാപിതാക്കൾ തന്നെയാണ് ഇല്ലാതെയാക്കുന്നത്. വയസ്സായ ആളുകളെ ഒന്നുകിൽ വൃദ്ധസദനത്തിൽ കൊണ്ടയാക്കുക, അല്ലെങ്കിൽ വല്യുപ്പയുടെയും വല്യുമ്മയുടെയും മൂല്യം മക്കളുടെ മനസ്സിൽ കുറഞ്ഞു പോകുന്ന വിചാരങ്ങൾ കുട്ടികളുടെ ഹൃദയത്തിൽ ഇട്ടു കൊടുക്കുകയാണ്. വയസ്സാകുമ്പോൾ പ്രായാധിക്യത്തിന്റെ കാരണം കൊണ്ടുണ്ടാകുന്ന കഷ്ടാരിഷ്ടതകൾ എല്ലാവർക്കും ഉണ്ടാകും, എല്ലാ മാതാപിതാക്കൾക്കും ഉണ്ടാവും. ചിലപ്പോൾ പിച്ചും പേയും പറയും, ചിലപ്പോൾ അവിടെയും ഇവിടെയും തുപ്പിവെക്കും, ചിലപ്പോൾ എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടാകും. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതല്ലേ, പ്രായം കൂടുമ്പോൾ ചെറിയ മക്കൾ എങ്ങനെയായിരുന്നോ നേരത്തെ ഉണ്ടായിരുന്നത് അതിലേക്ക് ഇങ്ങനെ ആളുകൾ കൂടുന്നതിനനുസരിച്ച് മടങ്ങുമെന്ന് ഖുർആൻ പറയുന്നു. നമ്മളെ മാതാപിതാക്കളാണ്. ആ മാതാപിതാക്കളുടെ പോരായ്മകളെ നമ്മളാണ് ഉൾക്കൊള്ളേണ്ടത്. നമ്മുടെ ക്ഷമ അള്ളാഹു പരീക്ഷിക്കും. അവരോട് മോശപ്പെട്ട വർത്തമാനങ്ങൾ അരുത്, അവരെ വിലയിടിക്കുന്ന സംസാരങ്ങൾ നമ്മുടെ മക്കളോട് നമ്മൾ പറഞ്ഞു കൊടുക്കരുത്. കാരണം മുതിർന്നവരെ ബഹുമാനിക്കാത്ത വീടുകളിൽ അള്ളാഹുവിന്റെ ബറക്കത്തുണ്ടാകൂല എന്നാണ്. വീട്ടിലേതെങ്കിലും വല്യുമ്മ വല്യുപ്പമാരെ കിട്ടിയിട്ട് സ്വർഗം കിട്ടാത്തവൻ എന്തൊരു ഹതഭാഗ്യരാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. ഒരാൾക്ക് ഉമ്മാനെയും മുപ്പാനെയും വാർദ്ധക്യത്തിന്റെ കാലത്ത് കിട്ടിയിട്ട് അയാൾ സ്വർഗത്തിൽ കടക്കാൻ ശ്രമിച്ചിട്ടില്ല എങ്കിൽ അവനെന്തൊരു നിർഭാഗ്യവാനാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വയസ്സായ ഉമ്മാനെയും ബാപ്പാനെയും പരിഗണിക്കണം എന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട പകരം അത് വല്യമ്മ പറഞ്ഞല്ലേ അത് കേൾക്കണ്ട എന്ന് പറയും, അത് വല്യുപ്പല്ലേ അത് നോക്കണ്ട എന്ന് മക്കളോട് പറയും. പിന്നെ എങ്ങനെ മക്കൾ നന്നാകുക?